അണ്ണാങ്കുഞ്ഞ് പോകുന്നുണ്ടോ? പതിയോ പതിയോ. അങ്ങനെ പതിയേക്ക് നടക്കാൻ പിടിക്കും കേട്ടോ. അപ്പോഴത്തെ നമ്മൾ പാറയൊക്കെ ചാടിക്കടന്ന് താഴെ ഇറങ്ങ ഇറങ്ങിയോ 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 ചാടിക്കോ 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 ചാടിക്കോ. കുഞ്ഞ് പിടച്ച് ചാടി വരുന്നുണ്ട്. പതിയേ പോകാവുള്ളൂ. അണ്ണാങ്കുഞ്ഞുങ്ങളാണ് മുഴുവൻ. വഴി നിറച്ച് അണ്ണാങ്കുഞ്ഞുങ്ങളാണ്. പൊക്കോ 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 പോ, നടക്ക് ബാ. ഇത് കണ്ടോ, മുളം കാടുകൾക്കിടയിലൂടെയാണ് നമ്മുടെ യാത്ര. അങ്ങ് മേളിൽ ചെല്ലണ കുറച്ച് നേരം പിടിക്കും. നടക്ക് ബാ. അണ്ണാങ്കുഞ്ഞുങ്ങളൊക്കെ പോകുന്നു. നീ കണ്ടോ അണ്ണാങ്കുഞ്ഞുങ്ങളെ? ബാ വാ 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 നടക്ക്. നടന്നു വെള്ളത്തിൽ കൂടെ ചാടിക്കും. വാ വാ. ഇതിലോ ആ പോര്. ആ ഓക്കെ. നിൽക്കവിടെ കയറിപ്പോക്കോ. ഓക്കെ. വരുവാണോ? കേറ്. ഇതിലേ കേറ്. കേറിക്കോ. വാ നടക്ക്. കുഞ്ഞ് പതിയെ മണ്ടയിലോട്ട് പോകുന്നുണ്ട്. വല്ലാത്തൊരു പോക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളിത് ഈ കാടിൻ്റെ ഉള്ളിലൂടെയാണ് പോകുന്നത്. ഇതുണ്ടോ, ഇവിടെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഇത് തമിഴ്നാടിൻ്റെ അണ്ടറിലാണോ എന്നെനിക്ക് സംശയമുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ പതിയെ മുമ്പോട്ട് പോവുകയാണ്. കയറി പോകുന്നുണ്ട്. എവിടം വരെ എത്തുമെന്ന് ഞങ്ങൾക്കറിയില്ല. ആൾക്കാരൊക്കെ പ്രായം ചെന്നവരും ഒക്കെ ഈ മലയുടെ മണ്ടയിലോട്ട് കയറുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളും കയറി പോവുകയാണ്. കുഞ്ഞ് പാഞ്ഞാണ് പോകുന്നത്. അവക്കങ്ങനെയാണല്ലോ. ഈറ്റക്കാട് നിന്നാണ് പിന്നെയും വായി വരുന്നത്. മുളങ്കാടിൻ്റെ ഉള്ളിലൂടെയാണ് പോകുന്നത്. മൊത്തം മുളങ്കാടാണ് കേട്ടോ. അതൊക്കെ ഈ വഴി കണ്ടുപിടിച്ചവനെ സമ്മതിക്കണം. നല്ല അടിപൊളി സ്ഥലം. എൻ്റെ മണ്ടയിൽ ഒരുപാട് പേര് കയറിയിട്ടുണ്ട് കേട്ടോ. ഇത് വഴിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുന്നുണ്ടല്ലോ. ദൈവമേ, ഏത് വഴി പോകും? വാ. കൂടുതൽ ആളുകൾ നടന്ന വഴിയെ തന്നെ പോയേക്കാം. അപ്പുറത്തെ വഴിയെ പോയി ചിലപ്പം പെട്ടുപോയാലോ. അപ്പം രാമക്കൽ മേട് തപ്പിയാണ് നമ്മൾ പോകുന്നത്. വാ. അവിടെയൊക്കെ ഓരോരുത്തരൊക്കെ കാണും. നീ നടക്ക്. അവൾ പുലിയുടെയും കുറുക്കൻ്റെയും ഒക്കെ മണം പിടിച്ച് നടക്കുക. ഏതായാലും നമ്മൾ മുകളിലോട്ട് പോവുകയാണ്. ഏത് മലയിലെത്തുമെന്ന് അറിയില്ല. ഏതായാലും നടപ്പ് തുടങ്ങിയിട്ട് കുറേ നേരമായി കേട്ടോ. വമ്പം കാടാണ് കേട്ടോ. പക്ഷെ ഞാൻ മാത്രമല്ല, പ്രായം കുറഞ്ഞവരും പ്രായം കൂടിയവരും ഒക്കെ ഇവിടെ യാത്ര ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സേഫായിട്ടുള്ള സ്ഥലമാണ്. അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ബ്ലോക്ക് ചെയ്താണോ അതോ കമ്പ് വീണാണോ എന്നറിയില്ല. ഏതൊക്കെയാലും നമുക്ക് ഈ വഴിയെ കയറാം. വാ. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എങ്ങനെ എത്താം എങ്ങനെ പോകാമെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. ഏതായാലും രണ്ടും കൽപ്പിച്ച് പോവുകയാണ്. കുരിശുപള്ളിയിൽ അവിടെ കിടക്കാം എന്ന് ഉദ്ദേശിക്കുന്നു. കുഞ്ഞു കയറി പോകണം. നമ്മൾ മേളിൽ എത്തിക്കഴിഞ്ഞു. കുഞ്ഞിഹം മേളിൽ എത്തി ഹേ. അപ്പോൾ കുഞ്ഞി ഞാനെന്തേ കാടിൻ്റെ ഉള്ളിലൂടെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി MLA കണ്ട് മന്ത്രീനെ പിടിച്ച് മേളിലെത്തിച്ചേർന്നിട്ടുണ്ട്. അടിപൊളി വെട്ടം കണ്ട് കേട്ടോ. ഇത്ര ആയിരിക്കുന്ന 2 പേരുണ്ടല്ലോ, കുറവനും കുറത്തിയാണെന്ന് പറഞ്ഞു. ഏത് മുറത്തിലാണേലും ശരി കുഞ്ഞിനെ അങ്ങോട്ട് കയറ്റാൻ പറ്റിയാലെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അതിലും അടിപൊളി സ്ഥലമല്ല അതേ ഈ കിടക്കുന്ന വിശാലമായ ഏരിയ. കുഞ്ഞി, നിൻ്റെ തോന്നിയാസത്തിന് കയറി നടന്നോടി. ഒരു പട്ടിക്കുറുക്കനും ചോദിക്കാനില്ല. കയറി അത്രയ്ക്കേ
പാസും കൊടുത്ത് കയറേണ്ട സ്ഥലത്തേക്ക് കഴിഞ്ഞാൽ അടിപൊളി സ്ഥലം. പാസ്സില്ലാതെ കയറാൻ പറ്റും. ഇനിയിപ്പോൾ ഇറക്കി വിടുമെന്നറിയില്ല. നമ്മൾ വന്ന വഴിയിൽ സബ് കളക്ടറൊക്കെ അങ്ങോട്ട് കയറുന്നുണ്ടായിരുന്നു. കളക്ടറുടെ ഓർഡർ ഉണ്ടെന്നാണ് അവിടെ ഇരുന്ന ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത്. ഏതോ പട്ടീനെയായിട്ട് വന്നിട്ട് ആരാണ്ടൊക്കെ പ്രശ്നമുണ്ടായി. അതുമൂലമാണ് പട്ടിക്കുട്ടീനെ, അതായത് ഇഞ്ചക്ഷൻ എല്ലാം എടുത്തിട്ടുള്ള പട്ടിക്കുട്ടീനെ അങ്ങോട്ട് കയറ്റാൻ അനുവദിക്കുന്നില്ല. എല്ലാ പിള്ളേരും പേടിച്ചതായിരിക്കും. കുഞ്ഞുങ്ങളുടെ പാർക്കല്ലേ, അതിനെ വേറൊരു രീതിയിൽ അവരങ്ങ് ചിത്രീകരിച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഇരിക്കുന്ന ആളുകൾ ചിന്തിക്കണം, ഈ ഇച്ചിരിയുള്ള ഒരു പട്ടി എന്നാ ചെയ്യാനാണ്. വാ കയറിയോ, വാ കയറി. തെക്കോട്ട് ഓടി എന്ന് പറഞ്ഞാൽ തെക്കോട്ട് പോവും, വടക്കോട്ട് ഓടി എന്ന് പറഞ്ഞാൽ വടക്കോട്ട് പോവും. അങ്ങനത്തെ ഒരു സാധനത്തെയായിട്ടാണ് ഞാൻ നടക്കുന്നത്. ഈശ്വര, അങ്ങനെ നമ്മൾ ഏകദേശം മലയുടെ മണ്ടയിലെത്തി. അതാണ് മക്കളെ തമിഴ്നാട്. കണ്ടോ, തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽപ്പെട്ട, കമ്പം ജില്ലയിൽപ്പെട്ട സ്ഥലങ്ങളാണ് കാണുന്നത്. ഇതിൻ്റെ കുറച്ചുകൂടെ മുകളിലോട്ട് കയറിയാൽ നമുക്ക് ഈ രാമക്കൽമേടിൻ്റെ ഏകദേശം മൊത്തം ഭാഗങ്ങളും കാണാൻ പറ്റും. കണ്ടോ, വളരെ മനോഹരമായ രാമക്കൽമേട് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അങ്ങകലെ നമുക്ക് നല്ല അടിപൊളി പ്രദേശങ്ങളൊക്കെ കാണാൻ പറ്റും. തേനി മേഖല, കമ്പം മേഖലയൊക്കെയാണ് കാണുന്നത്. അപ്പം നമ്മൾ വീണ്ടും മുകളിലോട്ട് പോവുകയാണ്. മുകളിലേക്ക് വഴിയൊന്നും അറിയത്തില്ല കേട്ടോ. താഴെ ചെന്ന് അങ്ങ് പാറയുടെ മുകളിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. ഞാനോർത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ. പക്ഷേ പ്ലാസ്റ്റിക് ഇടലെന്ന് പറഞ്ഞാലും ആൾക്കാർക്ക് ആ കുപ്പി അവിടെ ഇട്ടിട്ട് പോയില്ലേ, തിരിച്ചിറങ്ങുമ്പോഴത്തേനും ആ കുപ്പിയായിട്ട് തിരിച്ചങ്ങ് പോയാൽ എന്നാന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇത് വൃത്തികേടാണ്. ശോ, ആ ബീഹാറികളെയോ ബംഗാളികളെയോ വല്ലോ കുപ്പിയുറക്കാർ ഇതിലേ വന്നിരുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കൊണ്ടു നടക്കാൻ പാടല്ലേ, അതുകൊണ്ടായിരിക്കും അവരിങ്ങോട്ട് കയറാത്തത്. അപ്പോൾ നമ്മൾ നേരെ മുകളിലോട്ട് വിടുവാണ്. രാമക്കൽമേടിൻ്റെ മണ്ടയിലെത്തി. രാമക്കൽമേടിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗമായ ഈ കമ്പി കല്ലിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. കുഞ്ഞിപ്പണ ഇങ്ങോട്ട് വാ, നമുക്ക് ചില തമിഴ്നാട് കാണണ്ടേ. കമ്പമാണ് ആ കാണുന്നത്. ഇതാടോ കമ്പം. കണ്ട കമ്പം, കണ്ട 4 ദിവസത്തെ മഴ കഴിഞ്ഞിട്ട് നമുക്ക് ഈ കമ്പം കാണാൻ പറ്റുന്നത്. നമുക്ക് കൃഷിസ്ഥലങ്ങൾ കിടക്കുന്ന കിടപ്പ് കണ്ടോ, എല്ലാം തയ്യാറാക്കി ഇട്ടേക്കാണ്. നല്ല അടിപൊളി കൃഷിസ്ഥലങ്ങൾ, തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, വാഴയുണ്ട്, കൊണ്ടക്കൃഷിയുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം സെറ്റപ്പാണ്. ഇത് കണ്ടോ, അവിടുത്തെ ആ കാഴ്ചയൊക്കെ കണ്ടോ, അങ്ങ് അകലേക്ക് കാണുന്ന കാഴ്ചകൾ വളരെ മനോഹരം. ഇനി കാണാൻ പോകുന്നത് അതിലും മനോഹരം, മധുരം, അതിമധുരം. അപ്പോൾ കുഞ്ഞി ഞാനിവിടെ മെല്ലെ മെല്ലെ ധീരമായിട്ട് മുകളിലോട്ട് പോവുകയാണ്. ഇവിടെ കയറാൻ പാസില്ല. ഇവിടെ ചോളപ്പൊരി വെക്കുന്ന ബായിനെ കാണാം. ചോളമലരെ भाई कैसा है? ठीक ठाक, बढ़िया। किधर का? यूपी का? अच्छा, उत्तर प्रदेश का आदमी है। वाह, केरल कैसा है? केरल का पहाड़ों का ऊपर बैठ के क्या कर रहे यार? तंबाकू बना रहे क्या? आओ डॉगी आओ, बैठो 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 बैठो. ഇതുണ്ടോ ഭായിയുടെ കൂടെ ഒരുത്തി കയറി ഇരിക്കുന്നുണ്ടോ, കണ്ട. ഇതാണ് ഇവിടെ കുഴപ്പം. और बताइए कैसा है केरला? से पूछ रहा हूँ. हाँ, तुमको कुछ पूछा क्या? बदल दे दो. बदल नहीं है, श्वास आने के बाद बदल करेगा. बहुत थक रहा है. ओके, हम ऊपर जाके आएगा. ऊपर लेके जाओगे? ओ फिर क्या, आजा आजा आजा. किधर भी बैठेगा तो उधर ही बैठेगा. आजा आजा आजा. हम यूपी जा रहे, मालूम है? योगी आदित्यनाथ का राज्य जा रहे. बाद में हम पूरा इंडिया घूम रहे साइकिल पे. हाँ, नीचे है मेरा साइकिल. हाँ, ये भी साथ में. ये 5 डिस्ट्रिक्ट है, केरला पूरा घूम के बाद में जाएगा. ठीक है, ओके जी, हम ऊपर जा रहे. हमें हर खड़ी आरस है तुम्हारी. ഇത്രയും പാട്ട് പാടിയാൽ കോപ്പിറൈറ്റ് അടിക്കോ? കയറ് കയറ് കയറ്.
ഇനി എങ്ങോട്ടാണ് കയറേണ്ടതെന്ന് നീ തീരുമാനിച്ചോണം. എൻ്റെ കയ്യിൽ നിന്ന് പോയി. അവിടെയൊക്കെ ആൾക്കാർ കയറുന്നു. അതേത് വഴിയാ? ഏത് വഴിയാണ് നീ പോകുന്നത്? ഇങ്ങോട്ട് ഈ വഴി പോവും. ഈ വഴിക്ക് പോടി. ഇതിലേ വാ. ഇതിലേ ഈ സൈഡിൽ കൂടെ കയറിക്കോ. എൻ്റെ മുമ്പിൽ ചെന്നോ? അത് ശരി, എൻ്റെ മുമ്പിൽ കയറിയാ. അതെ ഇതിലേ വാ. ഇതിലേ പോ. അതിലേ കയറി വാ. കയറിക്കോ. അത് തന്നെ. അതന്നെ. അപ്പം നിനക്ക് ജമ്പിങ് അറിയാം. എൻ്റെ ദൈവമേ, എന്നെ വലിച്ചുകൊണ്ട് പോകല്ലേ, ഞാൻ വീഴും. നീ എതിലെയാന്നാ കയറിപ്പോക്കോ. നിന്നെ കമ്പത്തിൻ്റെ അപ്പുറത്തുള്ള ധനുഷ്കോടി വരെ നിന്നെ ഞാൻ കാണിക്കും. ബാ കയറില്ലേ. ഇതിലേ പോ. ഈസി പോസ്റ്റിൽ ഇതിലേ കയറിക്കോ. കയറ്. ഗോ. അലച്ചട്ടി വീഴുന്നിടം വരെ നമുക്ക് കയറാം. ഇങ്ങോട്ട്. അത് ശരി. രാമക്കൽമേട് വന്നിട്ട് നീ എങ്ങോട്ടായി ഓടുന്നത്? കയറ്. ഇതിലേ കയറിക്കോ. നിൽക്ക്. കുറച്ച് നേരം ശ്വാസം വിട്ടിട്ട് കയറാം. ശ്വാസം വിട്ട് കയറാം. കം കയറി. വാ കയറിക്കോ. കയറി. ബാടി വെണ്ണ. കയറി. അങ്ങനെ നമ്മൾ മണ്ടയിലെത്തിയോ? മണ്ടയിലെത്തിയില്ല. അങ്ങോട്ട് നോക്കി. അടിപൊളിയല്ലേ? ഈ കാഴ്ചയൊക്കെ കാണാനല്ലേ നമ്മൾ വന്നത്. ഇപ്പോഴും കുറവനും കുറത്തി നമ്മളെ നോക്കിയിരിപ്പുണ്ട്. എന്നാത്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. 25 രൂപ വാങ്ങിക്കാനാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ കയറി ഇത് കണ്ട അടിപൊളി. കുഞ്ഞേ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നോക്കി കുഞ്ഞ് എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കി. അവിടെ മാറിക്ക്. അവിടെ പോയി നിൽക്കി. ഇവിടെ അവിടെ നിൽക്കി. അവിടെ നിൽക്കി. ഇതിലേ വാ. കുഞ്ഞിനെ മേയിച്ചോണ്ട് പോകാനുള്ള പാട്. അങ്ങനെ കയറി. അവരിങ്ങ് ഇറങ്ങിപ്പോട്ടെ. വാ ഇങ്ങോട്ട് നിൽക്ക് കേട്ടോ. ഇവനെ കൊണ്ട് ഇത് കീഴടക്കാൻ വന്നതാ. ഇതൊക്കെ ചെറുത്. ഞങ്ങൾ ഇതിലും വലുത് കീഴടക്കാൻ വേണ്ടി പോവാ. കാശ്മീർ. കോട്ടയം. കുഞ്ഞി. അപ്പോൾ ബായി താഴോട്ട് പോയിട്ടുണ്ട്. ആൾക്കാർ കുറവായതുകൊണ്ടായിരിക്കും. ആൾക്കാർ ഇറങ്ങിയോ? വിട്ടോ മേലോട്ട് പോട്ടെ. മേലോട്ട് കയറി. ഒറ്റച്ചാട്ടം കയറിക്കോ. കയറി. നടക്ക്. അവരതിൽ വന്നു. കയറി. കമോൺ മകേഷേ, കമോൺ. കയറി. ഇതിലേ ഈ വഴിക്ക്. ഇല്ലേ കയറി. ഈ സൈഡ് കേട്ടോ. വാ. ഇപ്പൊ കാറ്റാടിപ്പാടാണ് നമ്മൾ കാണുന്നത്. കുഞ്ഞിതേ കേറി മണ്ടേ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അങ്ങേ സൈഡിലോട്ടാണ് പോകുന്നത്. അതുവരെ കുഞ്ഞിക്ക് ചെറിയ റെസ്റ്റ് കൊടുത്താണ്. നമ്മൾ വന്ന ഏരിയയിലാണ് വണ്ടി കിടക്കുന്നത്. വണ്ടി കിടക്കുന്ന ഏരിയ നിങ്ങൾക്ക് കാണാം. അവിടെ നിന്നാണ് നമ്മളിങ്ങോട്ട് ഇറങ്ങിയത്. അപ്പം നമുക്ക് അങ്ങോട്ട് കയറാൻ അവിടെ നിന്നുള്ള ആൾക്കാർ ഇങ്ങോട്ട് ഇറങ്ങണം. പക്ഷെ അവരെന്താണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല. എന്താ ആളില്ലോടെ ഇറങ്ങാൻ പറ്റില്ലേ? ഈ മേളിലോട്ട് ഇവിടെ
മേളിൽ കയറി അവിടെ താഴെ ഇറങ്ങാം ചേട്ടാ. അവിടെ താഴെ ഇല്ല, അങ്ങോട്ട് കയറിപ്പോ. കാലൊക്കെ കടിച്ച ചവിട്ടി അവിടെ അപ്പുറത്തോടെ ഇറങ്ങി പറഞ്ഞായിരിക്കും അല്ലേ? ഇതിലേ ഇറങ്ങാൻ പറ്റുമല്ലോ? അതിലേ പോകാൻ പറ്റുമോ? ആണോ? കയറി ഓ ഇത് മേളിൽ കഴുത്ത കുടുങ്ങുന്നില്ലല്ലോ കുഞ്ഞി. ബാ നമുക്ക് അക്കരയ്ക്ക് യാത്ര ചെയ്യാം. അക്കരയ്ക്ക് കയറി പേടിക്കണ്ട ഒന്നും ചെയ്യണ്ട. കുഞ്ഞി അപ്പത്തെ വേണ്ട കമ്പത്തിന്റെ ഏരിയ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ രാമക്കൽമേട്ടിൽ നിന്നും ഏറ്റവും മുകളിലത്തെ മലയിൽ നിന്നാണ് ഈ കാഴ്ചകൾ നമ്മൾ എടുക്കുന്നത്. സൈക്കിളിൽ വന്ന് മല കയറിയ ആദ്യത്തെ ആളായിരിക്കും. അപ്പത്തെ താഴെ ഒരു ക്ഷേത്രം നമുക്ക് കാണാം. താഴെ കാണുന്ന ആ ചെറിയ കളർ കാണുന്നത് ഒരു ക്ഷേത്രമാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഒരു കൃഷിസ്ഥലത്തെ ഷെഡാണ് കാണുന്നത്. ബാക്കിയുള്ളത് കൃഷിസ്ഥലമല്ല, ഒരുക്കിയിട്ടിരിക്കുന്നതാണ്. കേരളത്തിലോട്ട് അയക്കാനുള്ള പച്ചക്കറി മുഴുവൻ വിളയാനുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. ഇതൊക്കെ പണ്ട് നല്ല വനം തന്നെയായിരുന്നു. അതെല്ലാം വെട്ടിത്തെളിച്ചാണ് ആൾക്കാർ കൃഷി ചെയ്തത്. നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ വനമായിട്ട് കിടക്കുന്നുള്ളൂ. ബാക്കിയുള്ളവിടം എല്ലാവരും കൃഷിസ്ഥലമാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പത്തെ മനോഹരമായ കമ്പത്തിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ. ഞങ്ങൾ ഏറ്റവും മുകളിലാണ് എത്തിയിരിക്കുന്നത്, അത് ഓർത്തണം. ഞങ്ങൾ വന്ന സ്ഥലം അതാണ്. അവിടെ നിന്നാണ് ഇങ്ങോട്ട് കയറി വന്നത്. ഈ കാടിനുള്ളിൽ കൂടിയാണ് കയറി വന്നത്. കുറവൻ്റെയും കുറത്തിയുടെയും അടുത്ത് പോകാമെന്ന് വെച്ചിട്ട് നടന്നില്ല. അവിടെ 25 രൂപയും കൊടുക്കണം, പട്ടീനെ കയറ്റാൻ പറ്റുമോ ഇല്ലെന്ന് പറഞ്ഞ്. അപ്പം ശരി, നേരെ എതിരുള്ള മലയിലോട്ട് പോന്നു. ഇവിടെ പൈസയും കൊടുക്കണ്ട, പട്ടിയും കയറും പശുവും കയറും. കുഞ്ഞ് വെള്ളം വേണോടി? ഇല്ല, വെള്ളം എൻ്റെ കയ്യിലുണ്ട്, കുഴപ്പമില്ല. കുഞ്ഞി എല്ലാരോടും എന്നെ അതാണ് 8800 അടി ഉയരത്തിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്, കാശ്മീരിലോട്ട്. ആ 2 വർഷം, സിമ്പിൾ, നിസ്സാരം. 24 ദിവസം മഴയായിപ്പോയി, അല്ലെങ്കിൽ ഞങ്ങൾ തൃശ്ശൂർ എത്തിയേനെ. രാവിലെ ഹോട്ടലിൽ നിന്ന് കഴിക്കും, വൈകിട്ട് ഉണ്ടാക്കും. 2 നേരം കഴിക്കുള്ളൂ. ഇടയ്ക്ക് വല്ല ബിസ്ക്കറ്റോ വല്ല വെള്ളമോ ഗ്ലൂക്കോസോ ഒക്കെ കഴിക്കും. 1, 2, 4, 6, 7 വരെ അല്ലേ? കണക്ക് ചെയ്യാൻ പറ്റോളാം. അപ്പോൾ അതെ, മലപ്പുറം വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വന്ന കുറേ സാറുമാർ ഇവിടെയുണ്ട്. അവരിതേ കമ്പത്തിൻ്റെ മണ്ടയെ കയറി ഇങ്ങനെ കല്ലിൻ്റെ മേളിൽ കിടക്കുകയാണ്. 6 പേര്, വേറെ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഞാനില്ലേ, ഞാൻ ആ ഗ്രൂപ്പിലുള്ള അല്ലെന്ന്. അപ്പൊ അതെ, അവരെല്ലാം ഇവിടെ കാറ്റൊക്കെ കൊണ്ട് കിടക്കുകയാണ്. കുഞ്ഞിതേ പാറയ്ക്കടിയിൽ കയറി. കാരണം അവൾ നടന്നു മടുത്ത്, 3 കിലോമീറ്ററോളം നടന്ന് ഒറ്റയടിക്ക് കയറി പോകുന്നതാണ്, അതുകൊണ്ടാണ്. അപ്പത്തേ സാറന്മാരവിടെ കാറ്റൊക്കെ കൊണ്ട് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ രാമക്കൽമേടിയിൽ ഒരു ഇച്ചിരി കാറ്റ് വന്നത്. രാമക്കൽമേടി വന്നു കഴിഞ്ഞാൽ കിടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, നമ്മളെ പറത്തിക്കൊണ്ട് പോകുന്നു പറഞ്ഞുകൊണ്ട് കുറേ വ്ളോഗർമാർ അടിച്ചിട്ടുണ്ട്. അതൊക്കെ ചുമ്മാതാണ് കേട്ടോ. അല്ല, ചില യൂട്യൂബേഴ്സ് അടിച്ചു വിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. 24 മണിക്കൂറും സർവ്വ ദിവസവും കാറ്റാണ്. അപ്പത്തെ സീസണിൽ മാത്രം കാറ്റടിക്കുന്ന നമ്മുടെ സ്വന്തം രാമക്കൽമേടിൻ്റെ മുകളിൽ നിന്ന് മലപ്പുറത്തുള്ള ആളുകളോടൊപ്പം ജോപ്പൻ്റെ യാത്ര. അപ്പോൾ ശരി, ഞങ്ങൾ താഴോട്ട് ഇറങ്ങുകയാണ്.
ഇവിടുന്ന് ഇറങ്ങുക എന്നുള്ളത് ഇച്ചിരി റിസ്ക് ഉള്ള പരിപാടിയാണ്. കുഞ്ഞി വാ ആട്, ഇങ്ങോട്ട് തിരിച്ചു പിടിച്ചു, എന്നെ നോക്കിയോളൂ. കുഞ്ഞിനെ തൂക്കി ഇറക്കിക്കോളാം, കുഞ്ഞ് പ്രശ്നമുള്ള കാര്യമല്ല. കുഞ്ഞി സബ്സ്ക്രൈബറിന് പൈസ ഇല്ല, വാച്ചവറിന് മാത്രമേ ഉള്ളൂ പൈസ. ഇല്ല ഒന്നും ആയില്ല, പതിയാവും. ഇറങ്ങാൻ പോവാണ്. അതിനു മുമ്പായിട്ട് കുറച്ച് കാഴ്ചകൾ നിങ്ങൾ കണ്ടോളൂ. കുഞ്ഞി ഓടല്ലേ. സൂര്യാസ്തമയമൊക്കെ ആയി. ആ മലയിലൂടെ കയറാൻ പറ്റും, പക്ഷെ ഞാനിന്ന് പോകുന്നില്ല. അവിടെ ഭയങ്കര തിരക്കാണ്, അതുകൊണ്ടാണ് ആ മലയിലോട്ട് പോകാത്തത്. ഇതാ ഓരോരുത്തർ ഇറങ്ങി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സീനാണ് ഇത്. കണ്ടോ, ഈ പൊത്തിക്കൂടെ വേണം ഇറങ്ങിപ്പോവാൻ. കുഞ്ഞിനെ പതിയെ ഇറക്കി വിടണം. അപ്പൊ ചേട്ടാ ഇതങ്ങ് പിടിക്കാവോ? എത്ര കിലോ ഉണ്ട്? ഇതൂടെ പിടിച്ചോ. ഇറങ്ങാടി. ഞാൻ പിടിച്ചിരുന്നു. ചാട്ടയിലൊന്ന് ചവിട്ടി പിടിച്ചോ. വളരെ സാഹസികമായിട്ട് ഞാൻ ഇറങ്ങുവാണ്. ഒരു പ്ലാനും ഇല്ല, എവിടെ ചവിട്ടാന്നുള്ളൊരു പ്ലാൻ കിട്ടുന്നില്ല. ചാടിയാ മതി. എത്തിയിരിക്കുകയാണ്. എന്റെ ദൈവമേ, അങ്ങനെ ഞാൻ എത്തി. എന്തോ മൊബൈല് വഴിയിലെവിടെയാലും കടയിലോ പള്ളിയിലോ അമ്പലത്തിലോ എന്തോ അത് നമ്മൾ ഉച്ചയ്ക്ക് വല്ലതും കഴിക്കാൻ നേരത്തൊക്കെ അങ്ങ് കയറും. വാ പതിയപ്പോ പാവാ ഇതിലേ പോ, അതിൻ്റെ അടിയിൽ കൂടെ പൊക്കോ താഴോട്ട് പൊക്കോ, ഞാൻ ഇറങ്ങി വന്നോളാം. നടന്നിട്ട് പോകാൻ തീരുമാനം എടുക്കാത്തത് നന്നായി. അതെന്നാ ഓ ഇപ്പോഴും നടപ്പിനൊരു കുറവുമില്ല. കാരണം സൈക്കിളിൽ 50 കിലോയോളം ഉണ്ടേ വെയിറ്റേ. ആ തള്ളോട് തള്ളാ. ഓ അതൊക്കെ നമ്മൾ വണ്ടി വാങ്ങിച്ചാ ടയർ മാറ്റണ്ടേ, ഡീസൽ അടിക്കണ്ടേ, പെട്രോൾ അടിക്കണ്ടേ, ഇതൊക്കെ പുറകെ കൂടുണ്ട്. ഇനി ഇറങ്ങിക്കോണം കേട്ടോ. ആ എങ്ങനെയാന്ന് വെച്ചെന്നാ ഇറങ്ങി വാ. വേണ്ട അതിലേ ഇറങ്ങി വാ അവള് പൊക്കോളും. ഞാൻ ഇറങ്ങിയാലേ ഉള്ളൂ വരത്തുള്ളൂ. ഇറങ്ങിക്കോ. അല്ലല്ല പോവാ. ഞാൻ കോട്ടയത്ത് നിന്ന്. ആ എവിടെയാ? പരിപ്പില്ല, ഞാൻ പരിപ്പ് വഴിയാണോ വന്നത്. സ്കൂളിൻ്റെ അവിടെ പരിപ്പിലല്ല, ഇപ്പുറത്ത് മണിയാവറമ്പ് സ്കൂളിൻ്റെ അവിടുത്തെ വള്ളംകളിയില്ലായിരുന്നു. മറ്റേത് താഴത്തങ്ങാടിയില്ല, വള്ളം എതിരിട്ട് പ്രശ്നമായി പോയില്ലേ. അപ്പോൾ ദേ ഇവർ കോട്ടയംകാരാണ്. ഇന്ന് എവിടെയാ സ്റ്റേ? ആണോ നെടുങ്കണ്ടത്താ? ആ ഞാൻ നെടുങ്കണ്ടത്തിനാ ചവിട്ട്. സൈക്കിളല്ല. ആണോ അത് ശരി. എന്നിട്ട് എന്നാ മൈൻഡ് ചെയ്യാതെ പോയെ? ആണോ ആ അത് ശരി. ആ ഇവിടെയല്ലേ? ആ അവിടെ പട്ടീനെ കയറ്റാൻ പറ്റിയെന്ന് പറഞ്ഞു, ഞാൻ കയറുന്നില്ല. കുഞ്ഞി താഴോട്ട് ചാടിക്കോ. ഇതിലേക്കാണ് നീ കയറി വന്ന വഴി മറക്കരുത്. ആ ഇറങ്ങിയോ? അത് തന്നെ ഇതെൻ്റെ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങിക്കോ. എന്നാണേലും ഇറങ്ങിക്കോ. നിൽക്കേ ഞാൻ വരുന്നു. ആ പതിയെ പോ എന്നെ ഉരുട്ടിയിടല്. അപ്പോഴത്തേന് ഞങ്ങൾ താഴോട്ട് പതിയെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞി ഇവിടെ കയറിയോ. അവിടെ ഇരിക്കും. അവിടെ ഒന്ന് സെറ്റായിട്ടിരുന്നേ, ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. താഴോട്ട് പോകുന്നതിൻ്റെ സീനാണ് നിങ്ങൾ കാണുന്നത്. ആ മലയെല്ലാം ഇറങ്ങി ഞങ്ങൾ താഴെ ചെല്ലണം. അപ്പം അങ്ങോട്ട് പോവുകയാണ്. മൊബൈലിൻ്റെ ചാർജൊക്കെ തീരാറായി. അപ്പോൾ ഇനി മൊബൈൽ ഒന്ന് കുത്തിയിട്ട് താഴോട്ട് പോവുകയാണ്. ഓക്കെ.